ഒരു ചൂണ്ടയിൽ 2 മീൻ. എന്ന് കിട്ടിയാലും ഈ മീന് നമുക്ക് പണി എന്നിട്ടേ ഉള്ളൂ. ഇവിടെ എല്ലാം ഈ നക്കണാണിയുള്ളൂ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോ നമ്മളിത് ഈ തോട്ടിലൊരു 3-4 ചൂണ്ട കെട്ടിയിട്ടിട്ടുണ്ട്. അത് എടുക്കാനായിട്ട് രാവിലെ വന്നതാണ്. രാവിലെ സമയം എത്രയും 6 മണിയായത്. അപ്പൊ നമ്മള് ഒരു 3 ചൂണ്ട ഇവിടെയും 3 ചൂണ്ട തോട്ടിന് അപ്പുറമാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മള് ആദ്യം ഈ ചൂണ്ട എടുത്ത ശേഷം അപ്പുറത്ത് പോകും. അല്ലെങ്കിൽ നമ്മൾ അവിടെ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. എന്നൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ. ഒരു ലൈക്ക് നിങ്ങളെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയാണ് ഒരു 3 ചൂണ്ട കെട്ടിയിട്ടിരിക്കുന്നത്. വേറെ ആരോ ഒരു ചൂണ്ട കൂടി കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം വന്ന് നല്ല കുത്തൊഴുക്ക് വന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ ചൂണ്ടയിൽ ഒരെണ്ണം ഉണ്ട് കേട്ടടാ, അപ്പുറത്ത് കിടക്കുന്ന വാഴയിൽ കെട്ടിയിട്ടില്ലേ ഫ്രണ്ട്സ്. അപ്പൊ അതിൽ കിടന്ന് നല്ല വലി വലിക്കുന്നുണ്ട്. ചെറുതാണ്, മിക്കവാറും ചെറുതായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ നമുക്ക് ഇങ്ങനെ വലുത് കിട്ടാറില്ല. വരാല് പ്രതീക്ഷിക്കണ്ട, ഒന്നി ആരല് അല്ലെങ്കിൽ 3 ചൂണ്ടല്ലേ, 3 ഇവിടെ ഇട്ട് അപ്പുറത്ത്. ഇത് അതുപോലെ തന്നെ പകുതി കൊണ്ടുപോയി. ഏതോ ദാരിദ്ര്യം പിടിച്ച മീനാണ് മോഹനെടുത്തത്. തല മാത്രമേ ഉള്ളൂ. അതവിടെ കിടക്കട്ടെ എന്തായാലും. അതുകൊണ്ട് എടുത്തിട്ട് ബാക്കി ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പടപടയെന്നെല്ലാം കാര്യം നടക്കും. രാത്രി ആരും കാണാത്ത രീതിയിൽ കെട്ടിയിടണം, അല്ലെങ്കിൽ രാവിലെ വരുമ്പോ ഇത് കാണത്തില്ല. ഇവിടെ ചൂണ്ട കിടന്നിട്ട് ഒരു പൂട പോലെ. അതെ, ആട് കിടന്നിടത്ത് പൂട കാണൂല എന്ന് പറയും പോലെയാണ്. നമ്മൾ രാവിലെ വരുമ്പോ ചൂണ്ടയും കാണൂല, ഒന്നും കാണൂല. കെട്ടാൻ എന്താ എളുപ്പൂടെ രാത്രി. ആ സ്പിരിറ്റിൽ കെട്ടാൻ നല്ല രസമുണ്ട്. ഇന്നലെ കുറെ ഫിലോപ്പിനൊക്കെ കിട്ടി, നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ പുതുവെള്ളം വന്നു പക്ഷെ വേറെന്തരോ കൂടിയൊക്കെ കയറി വന്നു. എന്ന് കിട്ടിയാലും ഈ മീന് നമുക്ക് പണി എന്നിട്ടേ ഉള്ളൂ. തുണി അടിച്ചിട്ടിട്ട് പോയ മീനാണെന്ന് തോന്നുന്നു കേട്ടാ. അപ്പൊ ഇതിന്റെ തുണി അഴിച്ചിട്ടിട്ട് കുളിക്കാൻ ഇറങ്ങിയാണെന്ന് തോന്നുന്നു. മീൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. എന്നത് കിട്ടിയാലും നമുക്ക് പണി എന്നിട്ട് ഇത് പോകും. ഇത് പിടിച്ചോ. എന്നും ഈ മീൻ കിട്ടിയാലും നമുക്ക് പണിയായിരുന്നു, ഉറപ്പാണ്. ഈ സൈസ് മീൻ കിട്ടിയാൽ മാത്രം നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന മീനാണ് ഇവന്മാർ. ഇത് നെടിമീനാണെന്ന് തോന്നുന്നല്ലേ. നെടിമീനുണ്ടോ? അപ്പൊ ഇത് കണ്ടവന്റെ ചൂണ്ടയാണ്, നമ്മളല്ല. ഇത് പഴയ വാസനകളുണ്ട് കിടക്കണമെന്ന് കള്ളമല്ല. അപ്പൊ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മീന് മാത്രം എടുക്കാം. മീന് മാത്രം എന്ന് പറയുമ്പോൾ എന്ത് കിട്ടിയല്ലേ ഇത് അവസ്ഥയാണല്ലോ. തല ഓമൂടി പണി വരെ തീർത്തത്. നടക്കാൻ പറ്റുമോട്ടെ, നടക്കാൻ പറ്റിയ ഒരു മീനിനെ തിന്നു. നമ്മൾ ഒരു ഹുക്ക് 2 ഹുക്കാണ് വരുന്നത്. അതിൽ ഒരു മീനിനെ തിന്നു, ഒരു മീനിന് കാര്യം നടക്കൂല. അപ്പോ ഇവനെ ഇനി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നേരെ ബക്കറ്റിലോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, കടിച്ചു കൂട്ടി. ഇവിടെ നിന്നാണ് ഇനി ഒരു വലിയ മീൻ കിട്ടണമെന്ന് നമുക്കറിയത്തില്ല. വലിയ മീൻ കിട്ടിയ കാലം മറന്നു, സത്യം കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കിട്ടിയിരുന്ന മീൻ ഇത് തന്നെ. അതോ അത് തന്നെ. ഇവിടെ എല്ലാം ഈ നക്കണാണിയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ഇതേ ഉള്ളൂ കേട്ടോ. കുരുടൻ ഇത് കുരുടൻ എന്ന് പറയും നമ്മളെ ഭാഷയിൽ. മറ്റേതല്ല, നേരത്തെ ഇവനെ പിടിച്ചില്ലെങ്കിൽ ഇത് അത്യാവശ്യം ഇല്ല കേട്ടോ. കയ്യിൽ പിടിച്ചു കണ്ടില്ലേ. ഇവനും ഏകദേശം ഇനി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ ചൂണ്ട ബാക്കിയും കൂടി ഇല്ലാതാക്കും. ഇപ്പൊ തന്നെ ഇല്ലാതാക്കി, കണ്ടില്ലേ. തീരുമാനം ഉണ്ടാക്കി, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം
ഒരു 1.5 കിലോയുടെ അടുത്ത് 100 ഗ്രാം ഒക്കെ വരും. ഒന്നില് എങ്ങോട്ട് കയറി പോണ കണ്ടില്ലേ ഇവന്മാര് ഇങ്ങനെയാണ്. രണ്ട് കൊരുപ്പുണ്ട്, ഒരു ചെരുപ്പാണെന്ന് തോന്നണ്ട. ഇല്ല നമ്മളെ പൊട്ടിച്ചാണ്. അപ്പൊ 2 മീൻ കിട്ടി. ഇനി അടുത്ത് അപ്പുറത്തെ സൈഡ്, ഇനി അടുത്ത് തോട്ടിന്റെ അപ്പുറ സൈഡ്. ഇത് തോട്ടിനകത്താണ്. ഇനി തോട്ടിനപ്പുറ സൈഡ് ഈ വെള്ളം പറഞ്ഞതിന്റെ അപ്പുറ സൈഡ്. ഇവിടെ വലിയ കോളിങ് ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ എന്നും നമുക്ക് കിട്ടാറുള്ളത്, കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയത് നീക്കോലി. നല്ലത് നീർക്കോലിയെന്നും പറയാം, നീർക്കുളവെന്നും പറയാം. പാമ്പാണ്. പാമ്പ് വർഗത്തിൽപ്പെട്ട ഒരു വിഷമുള്ള ഒരു സാധനമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇന്നതാ അവിടെ ഒരു ബ്രാലടിച്ച് കിടക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇവൻ തന്നെ അടിച്ചിടാൻ കഴിയും. ചത്ത പോലെ കിടക്കും. കൊതുമ്പിന്റെ അടുത്ത് നോക്കും. ഞാൻ കണ്ടു, പക്ഷെ അതിന് വായിൽ ചൂണ്ടൊന്നും. അതിനെ കൈ കൊണ്ട് പിടിക്കട്ടെ. അതിന് പോകാൻ പറ്റില്ല, പായലിടെ കുടുങ്ങിയില്ലേ. ഇത് നമ്മൾ പിന്നെ കാണിച്ചില്ല. ഇപ്പൊ കിട്ടിയതാണ്, ഇതാണ് അതിന്റെ ബാക്കി. പിന്നെ വാലി ഞാൻ കണ്ടു. അവിടെയല്ല അതിന്റെ വാലി അപ്പുറത്തെ. ബ്രാലിനെ പിടിക്കാൻ വേണ്ടി അയ്യോ വാലി ഞാൻ കണ്ടടാ. പായലിന്റെ കുത്തി കോരാൻ പറ്റില്ല. പായലിൽ താഴെ ഇറങ്ങാൻ പറ്റാതിരിക്കുകയായിരുന്നു. അയ്യോ അത് ശരി തന്നെ കേട്ടാ. തളർന്ന് കേട്ടോ, കുറെ അധ്വാനിച്ചിരിക്കുന്നു. അതാണ്. അയ്യോ ഫ്രണ്ട്സാ, ഈ ചൂണ്ടൽ ഇപ്പൊ കിട്ടി. ആടത്തെ കിട്ടി 1.5 കിലോയുള്ള 200 100 ഗ്രാം ഉള്ളത്. ഇതേ ഉള്ളു. രണ്ടെണ്ണം അതാ കിടക്കുന്നത്. വേണ്ടി എടുത്തിട്ടോ. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. നമ്മ ഒരു ചൂണ്ട അവിടെ കിടക്കുന്ന, ഒരു ചൂണ്ട അവിടെ കിടക്കുന്നു. എവിടെ? അവിടെ കിട്ടതാ മീന് കിട്ടാത്ത ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. അത് ഇളക്കി നമ്മൾ അവിടെ ഇട്ടിരുന്നു കവറിന്റെ അകത്തേക്ക്. ചുമ്മാ വെറുതെ വക്കറ്റിട്ട് കോരിയ. ഒരു ചൂണ്ടയിൽ 2 മീൻ വെറുതെ ബക്കറ്റിട്ട് കോരിയതാണ് കേട്ടോ. ഇതിൽ പിടിച്ച് കിടക്കുകയാണ്. നമ്മള് വെറുതെ തെറ്റിദ്ധരിച്ച് അതിനെ തെറ്റിദ്ധരിച്ച് ബക്കറ്റിട്ട് കോരാന്നൊക്കെ വിചാരിച്ചാണ്. അറിയാൻ പറ്റൂലല്ലോ. ഇത് മറ്റേ വളരാത്ത ബ്രാലായിരിക്കും. അപ്പോ 2 മീനിട്ട് 2 മീൻ അടിച്ച്, അതായത് 2 കണ്ടില്ലേ, 2 മീൻ അടിച്ച് 2 ഇരയിട്ടു 2 മീൻ അടിച്ച്. കണ്ടില്ലേ? ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ഒരു ഹുക്കല്ല 2 ഹുക്കാണ് ഒരു ചൂണ്ടയിൽ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവനെ ഇളക്കി വിടണമെന്നുണ്ടായിരുന്നു. 2 പേരെ ഇളക്കി വിടേണ്ട കേസാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വിഴുങ്ങിപ്പോയി. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ തോട്ടിന്ന് കിട്ടിയ മീന് കുമാരൊക്കെ. അയ്യോ ഇപ്പൊ കാണിച്ചില്ല ഫ്രണ്ട്സ്. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം. അങ്ങോട്ട് നമ്മുടെ നല്ല വ്യൂ പോയിന്റിൽ പോയിട്ട് കാണാം. ഇവിടെ നമുക്ക് രാത്രി വരുമ്പോഴൊക്കെ നല്ല മീനുള്ളതാണ്. കിട്ടുന്ന എല്ലാം ചെറിയ ചെറിയ മീനുകളാണ് ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും പറയുന്നു, ജസ്റ്റ് നിങ്ങളോട് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നമുക്ക് മീൻ പിടിക്കേണ്ട ഒരു ത്വര വരും ഇല്ലടാ. ത്വര. അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയ മീനാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്, ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയത് എത്ര മീനാ? 3 3 അല്ല 2. അവിടെ നിന്ന് അപ്പൊ ഇപ്പൊ കാണിച്ചത് നമുക്ക് കിട്ടിയ മീൻ. ഫസ്റ്റ് ഒരു ഹുക്കിൽ അടിച്ച 2 മീനുകൾ. അല്ല, ഒരു ഹുക്കല്ല, ഒരു ചൂണ്ടയിൽ അടിച്ച 2 മീനുകൾ. അടുത്തതാണ് കാലന്മാര്. ചൂണ്ടകൾ ഇല്ലാതാക്കാൻ വേണ്ടി പിറന്നവന്മാരാണ് ഇവന്മാര്. നമ്മൾ ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും
ചൂണ്ടയുടെ നീളം കുറഞ്ഞു പോകുന്ന വരും. കാര്യം ചൂണ്ട പിന്നെ നോക്കാൻ പറ്റത്തില്ല. അത് കിടക്കണത് ഒന്നും ചെയ്യണ്ട. അതിന് വീട്ടിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് ഇടലാണ്. ഇത്രയും മീന് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇവനാണ് ഇന്നലെ ചൂണ്ട വരുത്തിട്ടത്. അവന് നല്ല ഐശ്വര്യമുണ്ട്. എനിക്ക് ഇന്നലെ കുത്തും കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ 1, 2, 3, 4, 5. അപ്പൊ കുഴപ്പമില്ലാത്ത കുഴപ്പമില്ല. ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കമന്റും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ബൈ. See you.